ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വ്യൂവേഴ്സ് സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, മെമ്പർഷിപ്പ് എടുക്കാം. ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അത് യൂട്യൂബിൽ മാത്രമല്ല, നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട്, നമുക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് വരും. അതിൽ ഫസ്റ്റ് കാണാൻ 89 റുപ്പീസ് ആയിരിക്കും. ആ 89 റുപ്പീസിന് മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒരു കാര്യമില്ല. പകരം നിങ്ങൾ എടുക്കേണ്ടത് 299 299 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം വീഡിയോസ് കിട്ടുന്ന നല്ലൊരു ഓഫറാണത്. 299 രൂപ നിങ്ങൾ യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പലരും 89ൻ്റെ മെമ്പർഷിപ്പ് എടുത്തായി കാണുന്നുണ്ട്. അപ്പോൾ അത് എടുത്തവരാണെങ്കിൽ നിങ്ങളത് അപ്ഗ്രേഡ് ചെയ്യട്ടോ. കാരണം 89 റുപ്പീസിന് ഇവിടെ ഒന്നും കിട്ടൂല. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ അതായത് ഗൾഫ് അതർ കൺട്രീസിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് 299 രൂപയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ബട്ട് അത് എടുത്തിട്ടൊരു കാര്യമില്ല. ബിക്കോസ് നിങ്ങൾ 299 ഇരട്ടികൾ അധികം പൈസ നിങ്ങൾ ചിലവാക്കേണ്ടി വരും. കാരണം നിങ്ങൾ വേറെ കൺട്രി ആയതുകൊണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഓക്കെ, പുറത്തുള്ളവരാണെങ്കിൽ അത് എടുക്കാതിരിക്കണം നല്ലത്. പകരം എന്താ ചെയ്യുക, നമുക്ക് നേരിട്ടുള്ള ഇടപാടല്ലേ നല്ലത്. അപ്പം നമ്പർ ഉണ്ട്, നമ്പറിൽ മെസ്സേജ് വിടാം. നമ്പർ എനിക്ക് ഒന്നും കൂടി പറയാം, 6235038597. അതൊരു നമ്പർ. രണ്ടാമത്തെ നമ്പർ 8891494012. 2 നമ്പർ ഉണ്ട്. ഈ 2 നമ്പറിൽ മെസ്സേജ് അയച്ചു തരാം, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം. പിന്നെ എന്തൊക്കെയോ പ്ലാൻസ് ഒക്കെ പറഞ്ഞ് നിങ്ങൾ വെറുതെ വെറുപ്പിക്കുന്നില്ല. കാരണം പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടാൽ അതിൽ അറിയാൻ പറ്റും. അപ്പം ഞാനായിട്ട് വെറുതെ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർ നമ്പറിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ഇതൊരു സ്റ്റോറിയാണ് കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇന്നത്തെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്റ്റോറിയാണ്. സോ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ആദ്യമായി നടക്കേണ്ട ഒരു കാര്യം അവളുടെ ലൈഫിൽ നടന്നു. നിങ്ങൾ ഊഹിച്ചെടുത്തു എന്തായിരിക്കും നടക്കേണ്ടത്. കാരണം അവൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് അവൾക്ക് വികാരങ്ങൾ അടക്കാൻ പറ്റാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ അവൾക്കത് അത് നടക്കേണ്ട ഒരു കാര്യം. അവൾ അങ്ങനെ ആദ്യം ഒരു റിലേഷൻഷിപ്പിൽ ആവുന്ന ഒരാൾ ബസ്സിലെ ഒരു ഡ്രൈവറായിട്ടാണ്. അപ്പോൾ ആള് ഇവർ റിലേഷൻഷിപ്പിലാവുന്നു. റിലേഷൻഷിപ്പിലായി ഫോണിൽ സംസാരിച്ച് കട്ട പ്രണയമാവുന്നു. പ്രണയം കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപടി മുകളിലേക്ക് പോകാൻ വേണ്ടി അവർ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് അവർക്ക് എന്താ പറയുക, അവർക്കത് ബ്രേക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം. സോ ഈ ആളെന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ ഗേള് എക്സ്പീരിയൻസ്ഡ് അല്ല, ഫസ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ ഒരു അനുഭവമുണ്ട് ഞാനീ പറയുന്നത്. അവൾ എന്നോട് ഷെയർ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ബ്രേക്ക് ചെയ്തു. അതിനൊരവസരം അവൾക്ക് കിട്ടിയപ്പോൾ അവളത് ബ്രേക്ക് ചെയ്തിട്ട് അവൾ ജോലി ചെയ്യുന്ന സമയത്താണ് അവൾക്ക്. അപ്പോൾ അവൾ രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ കഴിച്ച് ഉച്ചയായപ്പോൾ അവൾ വന്നിട്ട് ഇവളോടത് പറഞ്ഞു, എടി ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങളത് ബ്രേക്ക് ചെയ്തപ്പോൾ അവളുടെ പ്രതികരണം ആണ് ഭയങ്കര രസം. എന്നുവെച്ചാൽ കൂട്ടുകാരിയുടെ പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറഞ്ഞു അത് ശരിയല്ല, അത് നിങ്ങൾ ചെയ്തത് ശരിയല്ല, ഭയങ്കര തെറ്റാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങളുടെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായത് ഓക്കെ, പക്ഷേ മാരേജ് ചെയ്യും എന്നൊരു ഉറപ്പുണ്ടാവും. സോ അപ്പോൾ ആ ചോദ്യത്തിന് മുന്നിൽ അവൾ പതറിപ്പോയി. കാരണം വെച്ചാൽ അത് ഉറപ്പില്ല. അപ്പോൾ നീ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ മാരേജോ കഴിഞ്ഞ് കഴിയുമ്പോൾ സോ നിനക്കത് പ്രോബ്ലം ആവില്ലേ? സോ അവളുടെ മറുപടിയാണ് രസം. ഞാൻ അഭിനയിച്ചോളാന്ന്. പിന്നെ ഞാൻ ഇപ്പോഴൊന്നും മാരേജ് കഴിയുന്നില്ലല്ലോ, ഒരു 2-3 വർഷം കഴിയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയിക്കോളും, ബ്രേക്കൊക്കെ ശരിയാക്കോളും എന്നാണ് പറയുന്നത്. സോ അവളുടെ ആ കോൺഫിഡൻസ് ലെവലാണ് ഭയങ്കരം ആ പറഞ്ഞത്. കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ മാരേജ് ആവുന്നില്ല. അതുപോലെ തന്നെ ഈ ബ്രേക്കായതൊക്കെ മൂടി പോകാൻ അധികം സമയം വേണ്ട. സോ അതൊരു യാഥാസ്ഥികമായ കാര്യമാണ് ബ്രേക്കായതൊക്കെ. പക്ഷെ അതൊന്നും നല്ല കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആ മറുപടിയാണ് അവിടുത്തെ ഹൈലൈറ്റ്. കാരണം അത് മോശമായ കാര്യമാണ്. സോ നമുക്ക് റിലേഷൻഷിപ്പിലാകുമ്പോൾ ആ റിലേഷൻഷിപ്പ് അത് പ്യുവറാണോ, അത് നമ്മളത് മാരേജിലോട്ട് എത്തുമോ എന്ന് നോക്കാതെ പോകുന്നതിനേക്കാൾ നല്ലത് മാരേജിലൊക്കെ ആവും എങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അതൊരു തെറ്റായിട്ട് തന്നെ അല്ലേ ഉണ്ടാവും. അപ്പോൾ
ഈ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കായതൊക്കെ ഒട്ടിച്ചേരാൻ അധികം സമയമൊന്നും വേണ്ട അല്ലേ? അതാണ് ഇത് പ്രത്യേകത ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ഇട്ട് വരാം. അതുവരെ ബായ്.